നമസ്കാരം പ്രിയപ്പെട്ടവരെ. സൈക്കോളജി പഠിക്കാൻ ഇന്ന് ധാരാളം കുട്ടികൾ പോകാറുണ്ട്. സൈക്കോളജി നല്ല ജോലി സാധ്യതയും പുതിയ കാലഘട്ടത്തിൽ ജോലി സാധ്യതയുള്ള വിഷയവുമാണ് സൈക്കോളജി. പക്ഷെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. മുമ്പ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ആർട്സ് സബ്ജക്റ്റായിട്ടാണ് പരിഗണിച്ചിരുന്നത്. BA സൈക്കോളജി ആയിരുന്നു കേരളത്തിലും കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും BA സൈക്കോളജിയൊക്കെ ഉണ്ട്. BA സൈക്കോളജി പല കോളേജുകളിലുമുണ്ട്. പക്ഷേ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ +2 ബയോളജിയൊക്കെ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം സൈക്കോളജി എന്ന മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ തലച്ചോറിനെക്കുറിച്ചൊക്കെ ധാരാളമായി പഠിക്കേണ്ടതുണ്ട്. അപ്പം സയൻസ് പഠിക്കുന്നവർക്കാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. പിന്നെ സൈക്കോളജി പഠിക്കാൻ പോകുന്നവർ മറ്റുള്ളവരോട് നന്നായി സംസാരിക്കുവാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നല്ല ക്ഷമയോടെ കേട്ടിരിക്കാനും ഒക്കെ കഴിവുള്ളവരായിരിക്കണം. കാരണം മണിക്കൂറുകൾ മറ്റുള്ളവരുമായി സംസാരിച്ചാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BSc സൈക്കോളജി, MSc, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS കഴിഞ്ഞതിന് ശേഷം സൈക്കാട്രിയിൽ MD ചെയ്യുന്നവരാണ് സൈക്കാട്രിസ്റ്റുകൾ. അവർക്കാണ് നമ്മളൊരു രോഗി ചെന്ന് കഴിഞ്ഞാൽ മരുന്നൊക്കെ ഉപയോഗിച്ച്, അതായത് ഇപ്പം മാനസിക പ്രശ്നങ്ങൾ ഒക്കെ, നിരാശകളൊക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ മരുന്ന് കൊടുക്കാൻ അവകാശമുള്ള, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ സൈക്കാട്രിസ്റ്റുകൾക്ക് മാത്രമേ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനുള്ള ഇതുള്ളൂ. സൈക്കോളജിസ്റ്റുകൾ പ്രശ്നങ്ങൾ കൗൺസിലിങ്ങിലൂടെയാണ് അവർ മറ്റുള്ള പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പല സൈക്കോളജി, ഇപ്പം സ്പോർട്സ് സൈക്കോളജി ഉണ്ട്, പാരാസൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, അങ്ങനെ നിരവധി സ്പെഷ്യലൈസേഷനുകൾ സൈക്കോളജിയിലുണ്ടെങ്കിലും നമ്മൾ ഈ ജോലി സാധ്യതയെക്കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണ്. നമ്മൾ എവിടെ ശ്രദ്ധിച്ചാലും ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണ് ജോലി സാധ്യത കൂടുതലും. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മൾ ഒരു MPhil, MA, MS, MA, MPhil ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ MPhil കോഴ്സുകൾ UGC നിർത്തലാക്കിയെങ്കിലും ഇപ്പോഴും സൈക്കോളജിയിൽ MPhil കോഴ്സുകൾ UGC നടത്തുന്നുണ്ട്. അത് അംഗീകാരമുള്ളതാണ്. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil ഒക്കെ ചെയ്താൽ നമുക്കൊരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടെങ്കിൽ അംഗീകാരത്തോടുകൂടി നിങ്ങൾക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയി പ്രവർത്തിക്കാൻ ഇപ്പോൾ നിരവധി, അതായത് നമ്മളൊരു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്നിപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കൗൺസിലർ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം കുറച്ച് ജോലി, ഇപ്പം മുമ്പത്തെക്കാലം സൈക്കോളജിസ്റ്റുകൾക്ക് ജോലി സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെ ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. എങ്കിലും സൈക്കോളജികൾക്ക് മുമ്പത്തെ കാലമൊക്കെ ജോലി സാധ്യതകൾ കാണാറുണ്ട്. സർക്കാർ മേഖലയിൽ പലയിടത്തും കരാർ നിയമനങ്ങളൊക്കെയാണ് നടക്കുന്നത്. എങ്കിലും എല്ലായിടത്തും തന്നെ ഇങ്ങനെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ കൗൺസിലർമാരായിട്ട് വിളിക്കാറുണ്ട്. ഇപ്പോൾ കുടുംബ കോടതിയിലും ഒക്കെ കൗൺസിലർമാരുണ്ട്. അങ്ങനെ സ്കൂൾ വഴി ഇപ്പോൾ കൗൺസിലർമാരെയൊക്കെ നിയമിക്കണം എന്നും പറഞ്ഞ് അങ്ങനെയും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ജോലി അവസരങ്ങളൊക്കെ ഉണ്ട്. ക്ലിനിക്കൽ, ഞാൻ പറഞ്ഞില്ലേ, സ്പോർട്സ് സൈക്കോളജിയൊക്കെ അതും കുറച്ച് സാധ്യതകളൊക്കെ ഉള്ളതാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാകുന്നവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത. പിന്നെ സൈക്കോളജിയിലെ ഒരു ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ആകാൻ പറ്റില്ല. അതിൽ PG, PhD അല്ലെങ്കിൽ MPhil ഒക്കെ ചെയ്താൽ മാത്രമേ ആ രംഗത്തൊരു കരിയറിൽ വലിയ ഉയർച്ച, ആ രംഗത്ത് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലും ഇന്ത്യയിലും നിരവധി സ്ഥാപനങ്ങളിൽ പഠനാവസരങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും BA സൈക്കോളജിയൊക്കെ തന്നെയാണ് കൂടുതലുമുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായ സൈക്കോളജി പഠിക്കാനുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങൾ ബാംഗ്ലൂർ, നിംഹാൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ബോംബെ, ചെന്നൈയിലൊക്കെ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാനുള്ള അവസരമുണ്ട്. എയിംസ് ഡൽഹിയിൽ പോലും MPhilൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങളിൽ അവസരമുണ്ട്. ഇത് സർക്കാർ സ്ഥാപനങ്ങളിൽ അറിയാമല്ലോ, എൻട്രൻസ് വഴിയായിരിക്കും പ്രവേശനം, കടുത്ത മത്സരമുണ്ടാകും, സീറ്റുകൾ വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഡിഗ്രി കേരളത്തിലൊക്കെ പഠിച്ചതിന് ശേഷം PG ഒക്കെ പുറത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ബാംഗ്ലൂർ, നിംഹാൻസ്, റാഞ്ചിയിലൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി ഉണ്ട്. അവിടെ നമുക്ക് MS സൈക്കോളജി, MPhil ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പഠിക്കാൻ സാധിക്കും. ഇനി സ്പോർട്സ് സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് LNCP ഗ്വാളിയറിൽ അവസരമുണ്ട്. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂരിലുണ്ട്.
അവിടെ നിങ്ങൾക്ക് സ്പോർട്സ് സൈക്കോളജി PG ചെയ്യാൻ സാധിക്കും. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ മുംബൈ, ചെന്നൈയിലൊക്കെ MSc ഈ 2 ക്യാമ്പസുകളിലും ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാൻ അവസരമുണ്ട്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ സൈക്കോളജി പഠിക്കാൻ അവസരമുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ MPhil ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിയിൽ MA MPhil ഒക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിലും MG യൂണിവേഴ്സിറ്റിയിലുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, കോഴിക്കോട് ഇംഹാൻസിലുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ സൈക്കോളജി പഠിക്കാൻ അവസരമുണ്ട്. പിന്നെ മറ്റൊരു പ്രശസ്തമായ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, NIPED എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് സെക്കൻഡരാബാദിലും ചെന്നൈയിലുമൊക്കെ ക്യാമ്പസുകളുണ്ട്. അവിടെ ചെന്നൈ ക്യാമ്പസിൽ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാൻ അവസരമുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ സൈക്കോളജി പഠിക്കാൻ അവസരമുണ്ട്. പക്ഷേ അതായത് മറ്റുള്ളവരോട് നന്നായി ഇടപഴകുകയും നന്നായി സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് കരയുന്നവരായിരിക്കരുത്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവർക്ക് നല്ല പരിഹാരം നിർദ്ദേശിക്കുവാനും ഒക്കെ കഴിവുള്ള, നല്ല ക്ഷമയുള്ള, ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഈ സൈക്കോളജിസ്റ്റായിട്ട് പോയി വിജയിക്കുകയുള്ളൂ. അതായത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൽ നമ്മളൊരു പ്രൊഫഷണൽ വിജയിക്കണമെങ്കിൽ ഒരു കഴിവുണ്ടായിരിക്കണം. ആ കഴിവുള്ളവർ ഈ കോഴ്സുകൾ പഠിച്ചാൽ സമൂഹത്തിനും നല്ലതാണ്, അവർക്കും നല്ലതാണ്. അപ്പം സൈക്കോളജി പിന്നെ ഇന്ത്യയിൽ നിരവധി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഡിഗ്രിക്കും PGക്കും ഒക്കെ സൈക്കോളജി, BA സൈക്കോളജിയും BSc സൈക്കോളജിയും ഒക്കെ ഉണ്ട്. BA സൈക്കോളജി പഠിച്ചാൽ പ്രശ്നമുണ്ടെന്ന് വെച്ചില്ലേ, ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സൈക്കോളജിസ്റ്റുകളെല്ലാം തന്നെ BA സൈക്കോളജിയൊക്കെ പഠിച്ചവരായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലിനിക്കൽ സൈക്കോളജിയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. അപ്പം അതിൽ നമ്മൾ 10ലെയൊക്കെ നിങ്ങൾ തീരുമാനിക്കും, +2 ബയോളജിയൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ക്യാൻസർ, ഓങ്കോളജിയിൽ നമുക്ക് സൈക്കോളജി അത് പഠിക്കാൻ സാധിക്കും. അങ്ങനെ സൈക്കോളജിയിൽ നിരവധി അനന്ത മേഖലകളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ തന്നെയാണ്. താങ്ക് യു.